ഹലോ എല്ലാവർക്കും കുഞ്ഞുമോൾ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു അടിപൊളി കിച്ചൺ ടിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മളെല്ലാ അമ്മമാരും വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ നമ്മുടെ കിച്ചൺ ഈ സിങ്ക് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും അടുക്കളയിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്ന സാധനമാണല്ലോ. കാരണം അത് നല്ലോണം ക്ലീനായിട്ട് കിടക്കും വേണം. പിന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് പരമാവധി നല്ലോണം ക്ലീൻ ആക്കാനൊക്കെ ഒന്ന് ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മൾ പുതിയത് മേടിക്കുമ്പോൾ ആ ഒരു തിളക്കൊന്നും നമുക്കത് പഴക്കം ചെല്ലുമ്പോൾ കിട്ടില്ല. അപ്പോൾ നമുക്ക് ആ പുതിയൊരു രീതിയിലുള്ള സിങ്കാക്കി മാറ്റാൻ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിങ്ക് നമുക്ക് ഇതേപോലെ ക്ലീനായി കിട്ടും കേട്ടോ. അതിനായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് ഒരു പാത്രത്തിൽ ഇളം ചൂടുവെള്ളമാണ് കേട്ടോ, ലൈറ്റ് ചൂടുവെള്ളം. നമുക്കിങ്ങനെ കൈ തൊടുമ്പോൾ അതേപോലത്തെ ഒരു ചൂടില്ല, കൈ തൊടാൻ പാകത്തിനുള്ള ഒരു ചൂടുവെള്ളം എടുക്കുക കേട്ടോ. പിന്നെ ഒരു ചെറുനാരങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു നല്ല വലിപ്പമുള്ള ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ നീര് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 2 കഷ്ണമാക്കി മുറിച്ചിട്ട് ഒരു ചെറുനാരങ്ങയുടെയും 2 പീസൊന്നും നീരെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങയിൽ നിന്ന് കുരുവൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നീര് നന്നായി ഞാൻ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം നീരുള്ള ചെറുനാരങ്ങയായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഒരു ചെറുനാരങ്ങയുടെ ആ പാകത്തിന് അങ്ങോട്ട് പിഴിഞ്ഞെടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് എത്ര വലുപ്പമുള്ള സിങ്കാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം എടുക്കുക കേട്ടോ. അപ്പം നമുക്കൊരു മീഡിയം ടൈപ്പിലുള്ള സിങ്കാണ്. അപ്പോൾ ഞാൻ കുറച്ചൊരു മുക്കാൽ ഗ്ലാസ്സിനോളം വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് നന്നായി അതിൻ്റെ നീരെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഉപ്പ് പൊടിയാണ് കേട്ടോ. ഉപ്പ് പൊടിപ്പാണ് എടുത്തിട്ടുള്ളത്. അതൊരു ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് വെച്ചിട്ടുള്ളൊരു ടിപ്പ് ഞാൻ ആദ്യം വാഷ് ബേസൻ ക്ലീൻ ചെയ്യുന്നതായിട്ട് ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോളൂ കേട്ടോ. പിന്നെ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് 1 ടീസ്പൂൺ നമ്മൾ എന്തെങ്കിലും മണമുള്ളൊരു ലിക്വിഡ് ഉപയോഗിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിം ലിക്വിഡ് ഇല്ലേ, അതാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അത് ഒരു കുറച്ച് തന്നെ ഉപയോഗിക്കണുള്ളൂ. നിങ്ങളുടെ കയ്യിൽ വല്ല ഹാൻഡ് വാഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മണത്തിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ ആ ഒരു സാധനം കുറച്ച് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1 ടീസ്പൂണോളം നമ്മുടെ ഈ വിം ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു കുറച്ച് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിം ലിക്വിഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ലിക്വിഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായി ഇളക്കിയെടുക്കാം കേട്ടോ. ഈ നമ്മൾ എടുത്തിട്ടുള്ള ഉപ്പും ഈ നമ്മുടെ ചെറുനാരങ്ങയുടെ നീരും പിന്നെ ഈ ലിക്വിഡും കൂടിയിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഉപ്പ് പൊടിയുപ്പ് തന്നെ ഇടണം കേട്ടോ. കല്ലുപ്പ് ഇടുമ്പോൾ അലിയാൻ കുറച്ച് പ്രയാസം വരും. ഇപ്പോൾ നമ്മൾ പൊടിയുപ്പ് തന്നെ ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് നന്നായിട്ട് മിക്സാക്കി ഇതേപോലെ പതയാക്കി എടുത്തു കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ വാഷ് ബേസിനിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ വാഷ് ബേസിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ കണ്ടില്ലേ ചെറിയ ചെറിയ കുത്തുകളൊക്കെ വരുന്നത്. നമ്മൾ സാധാരണ കഴുകണ പോലെ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുത്തുകളൊക്കെ പോവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് സൊല്യൂഷൻ നമുക്ക് നമ്മുടെ സിങ്കിൽ മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഇടയ്ക്കൊക്കെ ഇതുപോലെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ബ്ലോക്കാക്കി കിടക്കുന്ന സാധനമൊക്കെ നന്നായിട്ട് ബ്ലോക്ക് മാറാനൊക്കെ ഇത് സാധിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ബ്ലോക്കൊക്കെ മാറും കേട്ടോ. അപ്പം ഞാൻ ഉരയ്ക്കാൻ വേണ്ടി സ്ക്രബോ അങ്ങനെ ഒന്നും എടുക്കണില്ല കേട്ടോ. നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ ചെറുനാരങ്ങയുടെ തൊലിയില്ലേ, ആ തൊലി തന്നെ ഞാൻ എടുക്കണുള്ളൂ. കണ്ട ആ തൊലി കൊണ്ട് ഉരയ്ക്കുമ്പോൾ നിങ്ങൾ അവിടെ കുത്തുകളൊക്കെ ആദ്യം കണ്ടിട്ടുള്ളതൊന്ന് നോക്കി നോക്കിയാൽ നല്ലോണം അതൊന്നും മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുനാരങ്ങ എടുക്കുമ്പോൾ അതിൻ്റെ തൊലി കളയണ്ട. പിന്നെ ഉരയ്ക്കാനായിട്ട് നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബൊന്നും ഇട്ട് ഉരയ്ക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റീലിൻ്റെ ഒരു പുതുമ പോലെ നഷ്ടപ്പെടും കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ പരമാവധി നിങ്ങൾ ഉരയ്ക്കാതിരിക്കുക. ഇപ്പോൾ ഈ ചെറുനാരങ്ങയുടെ തൊലി വെച്ചിട്ട് നന്നായി ഉരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഷ് ബേസിൻ നന്നായി വെട്ടിത്തിളങ്ങും കേട്ടോ. ഇപ്പോൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമുള്ള മാറ്റം അറിയാം. അപ്പോൾ ഈ ലിക്വിഡ് ഒഴിച്ച ഭാഗങ്ങളിലൊക്കെ ഞാൻ നമ്മുടെ ഈ ചെറുനാരങ്ങയുടെ തൊലി വെച്ചിട്ട് നന്നായി ഉരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ നീരൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഈ പുറം ഭാഗം വെച്ചിട്ടാണ് ഞാൻ ഉരച്ചെടുക്കുന്നത് കേട്ടോ. കണ്ട ഈ ഭാഗങ്ങളിലൊക്കെ ഉരയ്ക്കുമ്പോൾ തന്നെ നല്ലോണം കണ്ണാടി പോലെ തിളങ്ങും കേട്ടോ. അപ്പോൾ നന്നായി ഉരച്ചിട്ടുണ്ട്. ഞാൻ അടിഭാഗങ്ങളിലൊക്കെ ഉരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതുകൊണ്ട് ഉരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ നിറം കുത്തുകളുള്ളൊരു എന്താ പറയുക, സോപ്പും പത അങ്ങനെയൊന്നും അല്ല, ഒരു കുത്ത് എന്തായാലും നമ്മുടെ വാഷ് ബേസിനിൽ വരും. നമ്മളെപ്പോഴും വൃത്തിയാക്കിയിട്ടേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ അടുക്കളയിലെ വാഷ് ബേസിൻ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മണവും കിട്ടും. ബ്ലോക്കായി കിടക്കുന്നത്
പൂവും ചെയ്യും കേട്ടോ എന്തെങ്കിലും ബ്ലോക്കായി കിടക്കുന്നുണ്ടെങ്കിൽ. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ക്ലീനാക്കി വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് ഒരു 2 മിനിറ്റ് ഞാനിത് തേച്ചിട്ട് ഇങ്ങനെ ഇടും കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കൊക്കെ പിടിച്ച് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നന്നായി ഇളകി പോരട്ടെ. കണ്ടില്ലേ, ഇപ്പോൾ കഴുകുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കണ്ട സിങ്കും ഇപ്പോഴത്തെ സിങ്കും അതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.